ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറ്റിയൊരുങ്ങി വന്നത് നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 അർച്ചനേച്ചിയാണ്. അർച്ചന പ്രേം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അർച്ചനേച്ചിൻ്റെ സോങ്സൊക്കെ നല്ല അടിപൊളി സിംഗറാണ്. അപ്പോൾ അർച്ചനേച്ചിയാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അർച്ചനേച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. ബാക്കി അർച്ചനേച്ചി എത്തിയിട്ട് കാണിച്ചുതരാം. അർച്ചനേച്ചി എന്ന് പറയുമ്പം ജസ്റ്റ് അങ്ങനെ ഒരു ഇത് മാത്രമല്ല, നമ്മൾ ശരിക്കും ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കലുണ്ട്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എന്തായാലും അർച്ചനേച്ചി വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിച്ചുതരാം. വ്ളോഗാ അല്ല, വ്ളോഗാ. സബ്സ്ക്രൈബേഴ്സിനോട് ഹായ്. അഫ്സേൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഫ്സേനെ ഉയരങ്ങളിൽ എത്തിക്കണം അതേ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അഫ്സേൻ്റെ ചാനലിലൂടെ എൻ്റെ ചാനലിലേക്ക് ഒരു ചെറിയ പ്രൊമോഷൻ. ഇപ്പോൾ യൂട്യൂബിൽ എൻ്റെ ചാനൽ ഇരിപ്പുണ്ട്, അതിനകത്ത് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാം. ഓക്കെ, അത്രയും. അപ്പോൾ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ചെറുതായിട്ടൊരു വോയിസ് ഓവറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം സ്കൂളിൽ നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്കൂളിലാണ് ഞാനും ഈ കാർ ഓടിക്കുന്ന ഒപ്പൻ്റെ ഫ്രണ്ട് ഗഫോർക്കും ഒപ്പിയൊക്കെ ഈ കാണുന്ന നിലയിലെത്തിയത് ഈ ഒരു സ്കൂളിൽ നിന്നാണ് കേട്ടോ. ഇവർക്ക് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ്. അതാണ് ഇത്ര കാലം കഴിഞ്ഞിട്ടും പഠിത്തം കഴിഞ്ഞിട്ടും ഓരോ കമ്മിറ്റികളിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഈ സ്കൂളിനെ ചുറ്റിപ്പറ്റി ഇവർ നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ സ്കൂളിൽ വരാറുണ്ട്. നമുക്ക് സ്കൂളിൽ എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ്. ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ സത്യം പറയാമല്ലോ നമ്മളെല്ലാ ടെൻഷനും ഫ്രീ ആവുന്ന പോലെ തോന്നാറുണ്ട്. എനിക്കെന്നല്ല, പൊതുവേ കുറേ ആൾക്കാർക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ എടുക്കുന്ന വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഒരു പിച്ച വെച്ച് വരുന്ന യൂട്യൂബർ ആയതുകൊണ്ട് അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. നമ്മളിതാ സക്സസ്ഫുള്ളി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഞാനും ആയിഷാട്ടോ ഒപ്പൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഉവൈസൊക്കെ സ്കൂളിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ഓഫീസ് റൂം കയറാൻ പണ്ടത്തെ പോലെ ഭയങ്കര പേടിയാണ് കേട്ടോ. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓഫീസ് റൂം കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ്. എന്തായാലും അധിക നേരം അവിടെ തിരിഞ്ഞ് കളിക്കേണ്ട, നമ്മൾ നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സീറ്റൊക്കെ കുറവാണ്. അപ്പോൾ തപ്പിപ്പിടിച്ച് നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയിഷനെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നേരെ നമ്മുടെ പ്രാർത്ഥന അതുപോലെ ഉദ്ഘാടനമാണ്. പൂർവ്വ വിദ്യാർത്ഥിയും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിമുമായ ശ്രീമതി അർച്ചന പ്രേമനാണ്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ഇത്രയും നല്ല ഒരു ഫേമസ് ആയ ഒരു സിംഗറായി വന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ശ്രീമതി അർച്ചന പ്രേമനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി ശ്രീ സക്കീർ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ അഭിമാനത്തോടെ നിറഞ്ഞൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി അർച്ചന പ്രേം. ഒരുപാട് സന്തോഷത്തോടെ, അതിലുപരി ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു തുടങ്ങുന്നത്. കാരണം നിങ്ങളിൽ ഒരാളായി ഞാൻ എന്നെ ഇവിടെ കാണുന്നുണ്ട്. കാരണം എൻ്റെ സംഗീത ജീവിതം ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടുന്ന് തന്നെയാണ് തുടങ്ങിയത്. ഞാൻ ഫിഫ്ത്ത് ക്ലാസ്സിലാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന കലോത്സവങ്ങളിലെല്ലാം എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ തന്നെ മ്യൂസിക് സാറായിരുന്നു, ചന്ദ്രബോസ് സാറായിരുന്നു എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഉയർന്നു വരുന്ന ഏതൊരു കലാകാരൻ്റെ പിന്നിലും ഒരു പവർ സിസ്റ്റം ഉണ്ടാവും നമ്മൾ പറയും. അതിന് എന്നെ പ്രൊമോട്ട് ചെയ്തത് മീചന്ദ സ്കൂളായിരുന്നു. ഇവിടെ നടന്ന കലോത്സവങ്ങളിലാണ് ഞാൻ പാടിയത്.
ഒരു സിംഗർ എന്ന നിലയ്ക്ക് എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പാട്ടാണ്. വാതുക്കല വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടട കേട്ട് തുള്ളിയാമിനുള്ളിലെ വന്ന് നീയാം കടൽ പ്രിയനേ നീയാം കടല് വാതുക്കല വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടട കേട്ട് തുള്ളിയാമിനുള്ളിലെ വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. താങ്ക് യു സോ മച്ച്. കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ അതിൻ്റെ അടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അർച്ചനേച്ചിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. ഞാനിപ്പോ പാടാൻ പോകുന്ന പാട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇപ്പൊ ഇവിടെ പോവില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പുഷ്പം ഒടുവിൽ നീ എത്തുമ്പോ ചോടിക്കുക. ശരി ശരി ശരി, അത് പോവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ വന്നപ്പോ ഏകദേശം എനിക്ക് നിങ്ങളുടെ ഒരു വൈബ് മനസ്സിലായതുകൊണ്ട് ഹാലാകെ എന്ന പാട്ട് പാടാണ്. 14 ചേരുളി രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ തിങ്കലത്തിപ്പെട്ട യതീമിനാലേ വെറുതെ വന്ന പോലെ അപ്പൊ ഇതാണ് നിങ്ങളുടെ സ്റ്റാർ. ഇത്രയും ഒരു കിളൻ സിംഗർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടാണല്ലേ? അങ്ങനത്തെ നമ്മുടെ കൂട്ടത്തു നിന്ന് ഒരാൾ പോയിട്ട് അങ്ങനെ പാടുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതുവരെ അടിപൊളിയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇതിലും അടിപൊളിയായിട്ടുള്ള പരിപാടികളാണ് വരുന്നത്. മുഴുവനായിട്ട് ഈ വീഡിയോയിൽ എടുക്കുന്നില്ല എന്ന് മാത്രം. ഇവിടെ എന്തായാലും പന്തൽ നിറച്ച ആൾക്കാരാണ്. അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ആൾക്കാരും ഓരോ തിരക്കിലാണ്. കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ. അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അർച്ചനേച്ചിന് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒക്കെ പറഞ്ഞ ബൈ ബൈ. ഈ യൂട്യൂബിൽ കാണാം വീഡിയോ. പോലെ അർച്ചൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ടു സപ്പോർട്ട്. ഷീ ഈസ് എ വണ്ടർഫുൾ ഗേൾ. അപ്പം ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത്? എല്ലാം അടിപൊളിയായിരുന്നു. നല്ല സാർ അടിപൊളിയായിട്ടുണ്ട്. അതായത് നമുക്കൊരു പ്രത്യേകതയുണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ. കാരണം ഈ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് അർച്ചന പ്രേമൻ. അവർ ഇത്തിരി ഉന്നത
ഭയങ്കരമായിട്ട് ഇതേ സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്തരൊരു വലിയൊരു ശാസ്ത്രങ്ങളൊക്കെ എത്തിപ്പെട്ടത്. അപ്പം അതുകൊണ്ട് അവരെക്കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പേരിൽ നമുക്ക് ഒരുപാട് അഭിമാനവും അഭിനന്ദനവുമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക് യു. അപ്പൊക്കെക്കാട് പറയാനുള്ളത് എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ കണ്ടിരിക്കാതെ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു സിംഗർ അല്ലെങ്കിലും ചെറിയൊരു സിംഗർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പാട്ട് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കല എന്ന് പറയുന്നത് അത് എന്നെപ്പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കലനെ സ്നേഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്കത് കിട്ടിയത് എൻ്റെ ഉപ്പ വഴിയാണ്. കാരണം ഇപ്പം നല്ലൊരു കലാകാരനാണ്, നല്ല ബ്രേക്ക് ഡാൻസറാണ്, അതേപോലെ തന്നെ നല്ലൊരു സിംഗറാണ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ആർട്ടിസ്റ്റാണ്. നല്ല രീതിയിൽ ഹാർമോണിയം, തബല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ചെയ്യും. അതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടമാണ്. അപ്പോൾ ചെറുപ്പം മുതൽ അത് കണ്ട് വളർന്നതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ഡാൻസിലേക്കൊന്നും ഞാൻ അധികം എത്തിയിട്ടില്ലെങ്കിലും മ്യൂസിക്, പാട്ട് എന്ന് സംഗീതത്തിലേക്ക് ഞാൻ നല്ല രീതിയിൽ ലയിച്ചിരിക്കുകയാണ്. വരയ്ക്കാനുള്ളൊരു കഴിവ് കിട്ടിയത് ഉമ്മൻ്റെ നിന്നാണ് കേട്ടോ. ഉമ്മ ചെറുതായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം ആ ഒരു കഴിവ് കിട്ടിയത് നമ്മുടെ ഉമ്മൻ്റെ കയ്യിൽ നിന്നാണ്. പിന്നെ അതൊക്കെ ഇത്ര തന്നെയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം ഇനി വീട്ടിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ അധികം നേരം അവിടെ ഇരിക്കാൻ എനിക്ക് ചെവിട് വേദന ഉള്ളതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇവിടേക്ക് വരാം. അങ്ങനെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ലേസ് വാങ്ങിയിട്ട് മാഗി വാങ്ങിയിട്ടുണ്ട്. ആഴ്ചക്ക് മാഗി വേണം പറഞ്ഞ്. പിന്നെ നമ്മൾ പണ്ടൊക്കെ തന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ബബിളൊക്കെ കാണിച്ചിട്ട് ഇതിനെന്താ പറയുക, ബൂമ്പടാക്കൊന്ന് എന്തോ ഒരു പേരാണ് കഴിച്ചത്. ചെറുപ്പത്തിൽ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീലാണ്. നല്ല രസമാണത്. അപ്പോൾ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം എനിക്ക് നല്ല ചൂടുവേദന ഉണ്ടാകും. ഞാൻ വേഗം കൂടി വീട്ടിലേക്ക് വരാൻ കാരണം നല്ല ചെവിവേദന. ഇന്നലെ പോയി കാണിച്ചൊക്കെ ചെയ്തിരുന്നു. മഴക്കാറ് ഇന്നലെ നല്ല മഴ ഉണ്ടെങ്കിലും നല്ല വെയിലാണ്. പിന്നെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്കിങ്ങനെ ഇഷ്ടമായിട്ട് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഫുള്ള് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കണം. പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചക്ക് എന്താ പറയുന്നത്? അല്ല പറയേ താത്ത. ആഴ്ച പണങ്ങി കേസ്. കാരണം എന്തോ ആഴ്ച പറയാൻ വന്നപ്പോൾ ഞാൻ മിണ്ടല്ലേന്ന് പറഞ്ഞു. അപ്പോൾ ആഴ്ച എന്നോട് പണക്കത്തില്ല. ആഴ്ച പണക്കത്തിലാണ്. അങ്ങനെ കേസ് വീട്ടിലൊക്കെ എത്തി. പിന്നെ വേറൊരു നല്ലൊരു സന്തോഷക്കാരി എനിക്ക് പറയാനുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് നമ്മളെ വണ്ടീൻ്റെ RC ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒരു 3-4 മാസമായി. ഇതുവരെ നമുക്ക് വണ്ടീൻ്റെ RC കിട്ടിയിട്ടില്ല. പറഞ്ഞപ്പോൾ ഒരു മാസം കഴിയുമെന്ന് പറഞ്ഞു. 1 മാസത്തിലെ 2 മാസത്തിലെ 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ RC നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും സന്തോഷമായി. എൻ്റെ പേരിലെടുത്തിട്ടുള്ള ആദ്യത്തെ വാഹനത്തിൻ്റെ RC ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ പേരിലൊരു വാഹനം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ RC നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞ് തിരിച്ച് പരിപാടിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മടിയായി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഉമ്മൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പം അതൊരു പാർട്ട് 2 ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.